അച്ഛൻ്റെ വാക്കുകൾ കേട്ട് നിഖിൽ അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കി. അവൻ്റെ സങ്കടാവസ്ഥ കണ്ട അവർ രണ്ടുപേരും മുറിയിൽ കയറി. കസേരയിലിരുന്ന ശേഷം അച്ഛൻ പറഞ്ഞു, നീ പ്രിയയെ വീട്ടിൽ കൊണ്ടാക്കിയത് ശരിയായില്ല. നിന്റെ സ്റ്റുഡൻ്റായത് കാരണം അവൾ അനുസരിച്ചു. എല്ലാം ശരിയാകും. അവൻ്റെ അമ്മയല്ലേ ഞാൻ. മകൻ കാരണം കരഞ്ഞു കലങ്ങി നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? അത് ചെയ്തു എന്ന് സമാധാനിക്കണം. എങ്ങനെ സമാധാനം നിനക്ക് കിട്ടി? പറയൂ, നിഖിലിൻ്റെ അച്ഛൻ ഭാര്യയോടായി ചോദിച്ചു. അവൻ ജോലിക്ക് വിടില്ല. അതെങ്ങനെ? തീർച്ചയാക്കും. അതിനായി ഇൻ്റർവ്യൂവിന് നാളെ പോകണ്ട എന്ന് നിർബന്ധം പിടിച്ചു എന്ന് അവൾ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഓ, അത് ശരിയാ. അതുകൊണ്ട് അവനെ ധിക്കരിച്ച് ഇൻ്റർവ്യൂവിന് പോകാൻ നീ പറഞ്ഞു വിട്ടത് ശരിയാണോ? അച്ഛൻ സംശയം ചോദിച്ചു. ശരിയാണെന്നേ. അവൾ ഇൻ്റർവ്യൂവിന് പോകട്ടെ, ജോലി നേടട്ടെ, പാവം സന്തോഷിക്കട്ടെ. ക്ലാസ് ഫസ്റ്റാണവൾ. അവൾ പഠിച്ചത് വെറുതെ ആകരുത്. ജീവിതത്തിന് 2ാം സ്ഥാനം കൊടുത്താൽ മതി. ഒരിക്കലും ഞാൻ അവളെ വേദനപ്പെടുത്തില്ല, അമ്മ പറഞ്ഞു. ടീച്ചറും കുട്ടിയും ചേർന്ന് എൻ്റെ മോന് ആദ്യം ഉണ്ടാക്കുമോ? അവൻ ആർക്കും ഫോൺ വിളിക്കില്ല. അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. നീ എന്തെങ്കിലും ചെയ്യ്, അച്ഛൻ പറഞ്ഞു. അവൻ അവളുടെ വീട്ടിലെ ആദ്യം അന്വേഷിക്കാൻ പോകൂ. അവിടെ ചെല്ലുമ്പോൾ അറിയട്ടെ വിശേഷങ്ങൾ.